മാറിക്കട 500 എഴുതിയാൻ തരും ഞാൻ. അവർക്ക് പോലും പേടിയില്ലാതെ. റെസീറ്റ് എടുത്തോട്ടാ. സ്റ്റാൻഡിട്ടോടാ. സ്റ്റാൻഡൊന്നും കാണുന്നില്ല. സംസാരിച്ചോ പോലീസുണ്ട്. മൊബൈൽ എടുക്കണം. പിന്നെ പോലീസുകാരെ കണ്ടൊരു മര്യാദ എനിക്ക്. നാളെ പോട്ടെ റോഡിൽ കൂടെ പോണു സാറേ. എങ്ങനെ പോകും ഇങ്ങനെ പോയാല്? സാറേ എടാ വണ്ടി ഓടിക്കുമ്പോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ലേ? നല്ലോണം അറിയോ സാറേ. പിന്നെ എന്താ ചെയ്യാ തെറ്റിക്കണത്? സാറേ ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് എനിക്ക് ഒരു അപകടം സംഭവിച്ചിട്ടാ. സംഭവിച്ചാ എന്താക്കും? സംഭവിച്ചാ സാർ അങ്ങനെ സർക്കാർ നോക്കിക്കോളും അല്ലേ? ഒരു പണി ഉണ്ടാക്കാൻ. സാറേ എനിക്ക് ആകെ പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോ ഫ്ലക്സ് ബോർഡ് ഉണ്ടല്ലോ, അത് ഈ തുണി വെച്ചിട്ട് ഇരിക്കുന്ന കുറെ പെണ്ണുങ്ങളെ പരസ്യം ഉണ്ടല്ലോ, അത് കണ്ടിട്ടൊക്കെ 1-2 പ്രാവശ്യം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ എന്തിനാ അത് വീട്ടിൽ നോക്കണത്? നമുക്ക് ആവശ്യമില്ലാത്ത സാധനത്തിന് വേണ്ടി നീ നോക്കണ ഇതിനാടാ. സാർ ആരായാലും നോക്കി പോരെ, സാറ് നോക്കൂലേ? ഞാനിതിലേക്ക് നോക്കണേ. നിന്റെ ഹെൽമെറ്റ് എന്തിയെ? ഹെൽമെറ്റ് ഉണ്ട് സാറേ. എവിടെയുണ്ട്? ഹെൽമെറ്റ് വീട്ടിലുണ്ട്. ഈ ഒരു അധികം ഡയലോഗ് അടിക്കട്ടെ. 1500 റുപ്യ എടുത്തോ സാറേ. എന്റെ പേരെന്താ? ഒരു 10 പേരെന്താ പറയും? എന്റെ ഉണ്ണിരാജ്. വർത്താനം പറയണ്ട, നീ പൈസ കൊടുക്ക്. ഈ മൊബൈൽ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിക്കണ തന്നെ വലിയ കുറ്റാണ്. ഹെൽമെറ്റ് ഇല്ലാത്ത ലൈസൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. ലൈസൻസ് ഉണ്ട് സാർ. 1500 രൂപ എടുത്താ ഒരു 10-50 റുപ്യ ആക്കിയിട്ട് കുറക്കാൻ പറ്റുമോ സാറേ? 50 റുപ്യ എന്താ ഞങ്ങൾക്ക് കാഴ്ച പിടിക്കാനാ? അത് പണിയൊന്നും ഇല്ല സാറേ. പണി ഇടിച്ച് പൊളിക്കുന്നു. വർത്താനം പറയണ്ട, പൈസ കൊടുക്കണം. പണി ഉണ്ടാക്കിയതല്ല ഈ സാറേ. ആകെ പറ്റിയ ഒരു അപകടം അതാണ് സാറേ. വേറെ എനിക്ക് ഇതുവരെ ഒരു അപകടം പറ്റില്ല. പൈസ കൊടുക്കണം. പൈസ എടുത്തോ. ആ സാറേ ഗൂഗിൾ പേ. ഗൂഗിൾ പേ സാറിന്റെ നമ്പറോട്. ഇല്ല സാറിന്റെ അടുത്തോ. 96. സാറിന് ഭാഗ്യമില്ല, നെറ്റില്ല. നെറ്റില്ല സാറേ, നെറ്റില്ല. റേഞ്ചില്ലേ? റേഞ്ചില്ല. ഓനെ പിടിച്ച് വണ്ടി കയറ്റി. നെറ്റ് ഉള്ളടത്ത് ഞങ്ങൾ കൊണ്ടുപോയി. എല്ലാം 10 കോടിയ കേസാണ് ഇവിടെ വന്നത്. റേഞ്ചില്ല എത്ര സാറേ. എന്തൊക്കെയുണ്ടോ വിശേഷം? ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ പോണ്? തട്ടിയും മുട്ടിയും പോകും സാറേ, കുഴപ്പമില്ല. പിള്ളേരൊക്കെ വളരെ കുറവാണ്. പിള്ളേർ കുറവാണ്. ആ നിങ്ങളതല്ലേ പറയൂ. ഇപ്പം എന്താ വന്ന്? സാറേ ഞാനൊരു അംബാസഡർ കാറ് ടെസ്റ്റിന് തന്നായിരുന്നു ഇവിടെ. അത് ടെസ്റ്റ് നടക്കാതെ മടങ്ങി. അതിന്റെ കാരണം ഒന്ന് അന്വേഷിച്ച് വന്നതാണ്. അത് ഞാൻ സാറോട് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞെന്താ അറിയോ, അതിന്റെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഇല്ലേ, അതിന്റെ ഗ്ലാസ് മാറ്റായിട്ട് അതില് പെയിന്റ് വന്നേക്കണത്, സ്പ്രേ പെയിന്റ് അതിൽ വന്നേക്കണത്. ആ ഗ്ലാസ് എന്താ മാറ്റാഞ്ഞത്? സാർ പെയിന്റും ഗ്ലാസ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ, അന്നും ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അതാ പാർക്ക് ലൈറ്റിന്റെ ഗ്ലാസ് മാറ്റിയിട്ട് വന്നാൽ മതി. അപ്പൊ നമുക്ക് ശരിയാക്കാം കേട്ടോ. സാർ അതുപോലെ എൻ്റെ ഒരു 5-6 പിള്ളേരെ ലൈസൻസിന് തന്നായിരുന്നു. അതും ഇതുപോലെ മടങ്ങിയെന്നൊരു ഇതുണ്ട്, അതൊന്നും ശരിയാക്കി തരുമോ? അത് ലൈസൻസ് കൊടുക്കാത്ത വേറെ ഒന്നല്ല. അവര് പറഞ്ഞ് എച്ചൊക്കെ ഇട്ടല്ലോ. പിന്നെന്താ പറഞ്ഞു ഇപ്പൊ? എന്നിട്ട് സാറ് അത് ഇപ്പൊ പുതിയൊരു നിയമമൊക്കെ ഉണ്ട്. ഈ പിള്ളേരെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇരുന്നിട്ട് വിടും. അപ്പൊ എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാം. അപ്പൊ കയറ്റത്തിൽ വളവെത്തിയപ്പോ ഇവിടെ ചവിട്ട് പറഞ്ഞ വഴിക്ക് ഒരുത്തനെ അങ്ങോട്ട് ചവിട്ടിന്നാ പറഞ്ഞു. സാർ നേരത്തെ അങ്ങനെയൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ ഇത്. ഇപ്പൊ കുഴപ്പമുണ്ട്. അതിനെന്തേലും കാരണം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? എന്താണ് അതറിയില്ല. എന്താണ്? അതെ, സർക്കാർ മാറി. ഇപ്പൊ പഴയ പോലെ ഒന്നും ഇല്ലാന്ന് പലരും പറയും. പക്ഷെ ഞങ്ങൾ മാറിയിട്ടൊന്നുമില്ല. കാണേണ്ട പോലെ കണ്ട സംഗതിയൊക്കെ ഭംഗിയായിട്ട് നടക്കും. ശരിയാവോ സാറേ? അംബാസിഡർ കാറിന് ടെസ്റ്റ് കൊടുക്കാം. പക്ഷെ ലൈസൻസ് ശരിയാക്കണ്ടേ? ലൈസൻസ് ശരിയാക്കണ്ടേ? അത് ശരിയാക്കണം. ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇപ്പോഴാണോ സാറേ? ഇപ്പോൾ ഓക്കെയാണോ സാറേ? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുറ പോലെ ചെയ്യണം. അതിന് തടസ്സം വരുമ്പോഴാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം. ഇനി കുഴപ്പമുണ്ടാവില്ല. ഞാൻ സാറോട് പറഞ്ഞോളാം, ശരിയാക്കാം. പെട്ടെന്ന് ശരിയാക്കി.
നമസ്കാരം സാർ. സുഖമല്ലേ? ഏജന്റ് രതീഷല്ലേ ഇത്? അതെ ഏ? ആ അതാ അവനൊരു അംബാസിഡറെ ടെസ്റ്റിനെ വിട്ടിരുന്നു. അത് സാറ് മുടക്കിയെന്നും അവനൊരു 5 പിള്ളേരെ ലൈസൻസിന് വിട്ടിരുന്നു. അത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് വന്നതാ. എന്താ താൻ പറഞ്ഞ? ശരിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയോ? പിന്നെ ശരി. അവനെ ഇത്തിരി കളി കൂടുതലാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിലൊക്കെ പലവട്ടം ചെയ്തു കൊടുത്തിട്ടുള്ളതാ. പിന്നെ ഒരു വട്ടം തിരിച്ചല് അതെനിക്കത് മനസ്സിലായി. കുറച്ച് സൗഹൃദത്തിലൊക്കെ അങ്ങോട്ട് ആവുമ്പോഴേ പിന്നെ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ടെന്നൊരു തോന്നല. ഒരു അകൽച്ച എപ്പോഴും നല്ലതാ സാർ. അത് നല്ല നമ്മളോടെ കളി. നമസ്കാരം. എന്റെ കാറിന്റെ ഉടമസ്ഥാവകാശം എനിക്കൊന്ന് മാറ്റി തരണം. ഉടമസ്ഥാവകാശം മാറ്റി തരണമെന്നു? ആ അതങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞ എങ്ങനെ നടക്കുക? അതിനൊക്കെ ചില പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ചില നിയമ നടപടികളൊക്കെ ഉണ്ട്. അതെന്താണ് സാറേ? കാർ ആരുടെയാ? അതെനിക്കറിഞ്ഞൂടാ. ആരുടെ പേർക്കാ മാറ്റേണ്ടത്? അതെനിക്കറിഞ്ഞൂടാ. എന്താ നിങ്ങള് വണ്ടിയുടെ ഇത് അഡ്രസ് മാറ്റണം എന്ന് പറഞ്ഞില്ലേ? ഉവ്വ. അത് ആരുടെ വണ്ടിയാണത്? ആരുടെ വണ്ടിയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഇല്ലേ? എനിക്കൊരു സൈക്കിൾ പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. പിന്നെപ്പോ എന്തിനപ്പോ ഇത് മാറ്റണം എന്ന് പറയണേ? എന്റെ വീട്ടിലാണ് അതിന്റെ ഈ പേപ്പറുകളൊക്കെ വരുന്നത്. ടാക്സ് അടക്കാനുള്ള പേപ്പറുകളൊക്കെ വരുന്നത്. അഡ്രസ് മാറിയില്ലേ? എന്താ പേരെന്താ? പേരെന്തുവാ? സുമേഷ് കുമാർ. അപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്യേ. ചേട്ടന്റെ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും റേഷൻ കാർഡും പിന്നെ ഈ വന്ന പേപ്പറില്ലേ അതൊക്കെ ആയിട്ട് നാളെ രാവിലെ വരും. ശരിയാക്കി തരാട്ടോ. എങ്ങനെയല്ലോ ഒന്ന് ഇത് കൊണ്ടുവന്ന് ഈ ആധാർ കാർഡൊക്കെ ഇല്ലേ എല്ലാം ഉണ്ട്. അതൊക്കെ ആയിട്ട് കൊണ്ട് പോന്നോളൂ കേട്ടോ. ശരിയാക്കി തരാം. വീട്ടിലുണ്ട്. അതോട്ടോ മക്കൾക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ? മക്കൾക്ക് വണ്ടിയൊന്നുമില്ല. അപ്പൊ അഡ്രസ് മാറി തന്നെ നാളെ ശരിയാക്കി തരാട്ടോ. പോയിട്ട് വരും. ശരിയാക്കി തന്നെ കേട്ടോ. ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല എന്ന് തന്നെയല്ല എന്തെങ്കിലും ചിലപ്പോ അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാ ഞാൻ അധികം സംസാരിക്കാൻ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പളും കഴിഞ്ഞു.